നനവുള്ള തോട്ടമായിരിക്കുന്നു. യു ആർ എ ഫെർട്ടൈൽ ഗാർഡൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട്പോറിങ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെയും ഒഴുക്കിൻ്റെയുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലേക്ക് വരുമ്പം കല്ലായുള്ള ഹൃദയം മാറി മാംസമുള്ള ഹൃദയമാകും. അപ്പം കറക്റ്റായിട്ടുള്ള ടൈറ്റിലാണ് കർത്താവ് പറയുന്നത്, നനവുള്ള തോട്ടമായി. ഇതുവരെ മരുഭൂമി. ഞാൻ പല മക്കൾക്ക് വേണ്ടി, വിശ്വാസികളല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പലപ്പോഴും ഞാൻ കാണുന്ന ഒരു ദർശനം അല്ലെ ഒരു സ്വപ്നം, അവരുടെ ഹൃദയം ഇങ്ങനെ വരണം. ഒത്തിരിയും ലോകപ്രകാരമായി അങ്ങേയറ്റം കാശുള്ളവരും പഠിത്തമുള്ളവരും ഒക്കെയാണ്, പക്ഷെ അവരുടെ ഹൃദയം വരണ്ടങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. അത് ചിലപ്പോൾ നമ്മുടെ മക്കളിലും കാണാം. ദൈവത്തിൻ്റെ മക്കളാന്നുള്ള പദവിയെ മറന്നിട്ട് വെറും എച്ചിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുക. അവർക്ക് അറിഞ്ഞുകൂടാ. അതെത്ര പറഞ്ഞാലും അവരുടെ തലയിലോട്ട് കയറത്തില്ല. കയറാൻ നമ്മൾ ഏതെല്ലാം കരഞ്ഞു പ്രാർത്ഥിക്കാം, അല്ലെ കരഞ്ഞു പറയാം, ബഹളം വെച്ച് പറയാം, വഴക്കുണ്ടാക്കി പറയാം, ഒന്നും കയറത്തില്ല. കയറണമെങ്കിൽ ഈ വലിയ ശക്തമായ ദുഷ്ടപിശാച് കയറ്റി വെച്ചിരിക്കുന്ന ഈ ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിച്ച് മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വരണം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ ഇടിമിന്നൽ പോലെ ഈ കെട്ടിവെച്ചിരിക്കുക. അതായത് അവർ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു വലിയ കട്ടിയുള്ള ഒരു ഘനമേറിയ ഒരു പ്ലേറ്റ് പോലെ ഇപ്പം തലയുടെ മേളിലിരിക്കുക. അതിനെ രണ്ടായിട്ട് വിഭജിക്കുന്ന തീ ഇറങ്ങി വന്ന് രണ്ടായിട്ട് മാറ്റി വെച്ച് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവയ്ക്കും. ഇതുവരെ കല്ലുപോലുള്ള ഹൃദയമുള്ളവർ പെട്ടെന്ന് അങ്ങ് മാംസളമാകും. കല്ലുപോലുള്ള ഹൃദയം ഞാൻ മാംസളമാക്കുന്ന ദൈവം പറയുന്നുണ്ട്. നിന്നെ ഒരു നനവുള്ള പൂന്തോട്ടമാക്കി തീർക്കാൻ എനിക്ക് എഴുത്തുള്ളൂ. ഏതൊരു തോട്ടത്തെ, ഇപ്പോൾ ഏതെങ്കിലും തോട്ടത്തിനകത്ത് അന്ന് മഴ പെയ്യുന്നില്ല, പക്ഷെ വെള്ളം അടിയിൽ നിന്ന് പൊങ്ങി വന്നിരുന്നാൽ വെള്ളത്തിനകത്ത് ഈ വെള്ളം നീരാവി പൊങ്ങി റോസ്റ്റ് പോലെ പൊങ്ങി വന്നിട്ട് അവിടെ നിന്നാണ് ചെടികൾ കിളുത്ത് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ള വെള്ളം അടിയിൽ നിന്ന് വരുന്നപ്പം പിന്നെ മേളിൽ നിന്ന് മഴ പെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, നല്ല ഭംഗിയായിട്ട്. അങ്ങനെയാണ് അന്ന് ആലോചിച്ച് ദൈവം വെച്ചിരുന്നത്. പിന്നെ നോഹയുടെ കാലത്താണ് ആദ്യമായിട്ട് മഴ പെയ്യും, ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞത്. നോഹയ്ക്ക് എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ യെശയ്യാ 58 നമ്മളെപ്പോഴും പറയും എന്തുള്ളൊരു ഉപവാസം. അതെല്ലാവരും അറിഞ്ഞിരിക്കണം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, അമിക്കയറുകളെ അഴിച്ചു മാറ്റുക, ബന്ധനത്തിലിരിക്കുന്നവർ പുറത്തു വരാൻ പറയുക, നുകം മുന്നിട്ട് ഒടിച്ച് കളയുക. ഇതൊക്കെ ചെയ്യാൻ എൻ്റെ നുകം ഒടിച്ച് കളയാതെ ഞാൻ വല്ലവൻ്റെ എങ്ങനെ ഒടുക്കും? അപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന കൊണ്ടും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ടും പ്രയോജനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് എങ്ങനെ പകർന്നു കൊടുക്കും? അപ്പം നമ്മൾ പെന്തക്കോസ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോയി അണ്ടു ഓൾ, അതായത് എൻ്റെ സാക്ഷികളായിട്ട് പോകുമ്പം പിന്നെ കർത്താവ് ചെയ്താണ് അപ്പസ്തോല പ്രവൃത്തി, ആക്ഷൻസാണ്, പ്രവൃത്തികൾ ചെയ്യേണ്ടതാണ്. ചുമ്മാ കുറേ വചനം അറിഞ്ഞു വെച്ച് വീട്ടിൽ കുത്തിയിരിക്കാനല്ല ദൈവം. എന്തെങ്കിലും തരത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വചനം ആര് പറയും? ദൈവം എന്നും ചോദിക്കുകയാണ്, നീ ഈ വചനം പറയുമോ, എനിക്ക് വേണ്ടി പറയുമോ? കർത്താവ് നമ്മൾ ഓരോ ദിവസവും വചനം എടുത്ത് പറയുമ്പം പിതാവാം ദൈവത്തിനോട് പറയും, എൻ്റെ മകൾ, ഞാൻ അവളെ രക്തം കൊണ്ട് വാങ്ങിയെടുത്തവളാണ് ഈ പറയുന്നത്. എൻ്റെ മകൻ, അവൻ എൻ്റെ രക്തത്താൽ പൂശപ്പെട്ടിരിക്കാൻ അവനാണ് പറയുന്നത്. എൻ്റെ വചനം ഞാനായിട്ട് തന്നെ അവനിൽ കൂടെ വരുന്നതെന്ന് പറയണമെങ്കിൽ വചനമെടുത്തു പറയണം. അപ്പോൾ യെശയ്യാ 58 എന്താണ് ഉപവാസം എന്താണെന്നൊക്കെ പറഞ്ഞേച്ച് അവസാനം ഒരു വാക്യം പറയുന്നുണ്ട്. അതല്ല, അത് നമ്മളെപ്പോഴും അങ്ങ് മിസ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് കർത്താവ് അതെടുത്ത് പറയാൻ പറയുന്നു. 58:11 വാക്യം. 58:11 ഇങ്ങനെ, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിനക്ക് വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. കേൾക്കണേ, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും, എങ്ങനെയാണ് നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. ഈ നീരുറവയുടെ വെള്ളം സമ്മറെന്നോ വിൻ്ററെന്നോ സ്പ്രിങ്ങെന്നോ ഫോളെന്നോ ഇല്ലാതെ എപ്പോഴും ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സുകൊണ്ടൊന്ന് കണ്ടേ. അത് തന്നെയാണ് 133 പറയുന്നത്. അഹറോൻ്റെ താടിയിൽ കൂടി ഒഴുകുന്നതായി അഭിഷേക തൈലം അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകളിൽ കൂടെ യെരൂശലേമിലുള്ള സകല ജനത്തിൻ്റെ മേൽ ഒഴുകുവാൻ തക്കവണ്ണം നദി ഒഴുകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പം പെന്തക്കോസ്തി വന്നതോടുകൂടി എവിടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൽ ഇത് വെച്ച് ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഒരു പുതുക്കം, ദൈവം തന്ന പരിശുദ്ധാത്മാവ്, ഒരു പുതുക്കമില്ലാത്ത ആത്മാവാണ് പലരിലും ഉള്ളത്. ഇപ്പോൾ പലരും ചിന്തിക്കും, അന്ന് പെന്തക്കോസ്തിൽ അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എന്തിനാണ് ഇപ്പോഴും പറയുന്നതെന്ന്. ആ 2000 വർഷം മുമ്പ് നടന്ന ആ പത്രോസിൻ്റെ ബലം ഇപ്പം നമുക്കുണ്ടോ? ഇല്ലല്ലോ. വീണ്ടും ഓർപ്പിക്കുക. എന്തിന്? ടു ബി റിഫ്രഷിങ് യുവർ തോട്ട്സ്. വേദപുസ്തകം കർത്താവിന് മാറ്റമില്ല.
പണ്ട് ചെയ്ത് തന്നെ ഇപ്പോഴും നടക്കുന്നതെങ്കിൽ ഇത് പുതുമയായിട്ട് വരണമെങ്കിൽ ഞാൻ എടുത്ത് എൻ്റെ ആത്മാവ് എനിക്ക് ഉപയോഗമുള്ളതാക്കി ഫ്രഷായിട്ട് തരും. കർത്താവ് പറഞ്ഞു ഒരു പോയിൻ്റാണ്, ഗിവ് ഫ്രഷ് മന്ന, പുതിയ മന്ന. ഇന്നലെ ഭക്ഷണം എടുത്ത് വെച്ച് നിനക്ക് കൊള്ളത്തില്ല, ഇന്നത്തെ ഭക്ഷണം നീ കൊടുക്കാൻ തക്കവണ്ണം മുൻപോട്ട് വരിക. എല്ലാവരോടും ഇത് തന്നെ ആഹ്വാനം ചെയ്യുന്നു. പറഞ്ഞ വാക്യം, പക്ഷേ ഒരേ വാക്യത്തിന് പല തട്ടുകളുണ്ട്. ദി അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ ബി ഇൻ ഡിഫറെൻറ്റ് ലെവൽ. വെള്ളത്തിനകത്ത് പല തട്ടില്ലേ, കട്ട്ല, പിന്നെ രാഹുൽ, പിന്നെന്തോന്ന് റോഹ, കട്ട്ല, റോഹ, പിന്നെ കരിമീൻ, ഇങ്ങനെ പല തട്ടിലാണ് മീനെ വളർത്തുന്നത്. വെള്ളത്തിനകത്ത് മീൻ വളർത്തുന്നവർക്ക് വായുമണ്ഡലം അങ്ങനെ തന്നെയാണ്. ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, മൂന്നാം സ്വർഗം, എത്ര സ്വർഗത്തിലോട്ട് വേണേലും കയറിപ്പോ. ഇതൊക്കെ തട്ടുണ്ട്. ഈ തട്ടുകളെ അനുസരിച്ചാണ് നമ്മുടെ ഓരോ ഗതിയിൽ നമ്മൾക്ക് മാറ്റം വരുന്നത്. സെക്കൻഡ് ഹെവനിൽ ഇരിക്കുന്ന ദുഷ്ടാത്മസേനകളാണ് നമുക്കെതിരായിട്ട് നമ്മുടെ പ്രാർത്ഥന മുകളിലോട്ട് അയക്കാത്തത്. നമ്മൾ ഇരുന്ന്, ഞാൻ പലപ്പോഴും തീക്ഷ്ണമായ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന വരണമെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് തീ കത്തിക്കാതെ ചുമ്മാതെ ഒരു കാര്യം പ്രാർത്ഥിച്ചും പറഞ്ഞ് കാര്യം നടക്കത്തില്ല. അല്ലെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കണം ഏറ്റെടുക്കുന്നത്. രണ്ടുപേർ ഐക്യമത്യപ്പെട്ടപ്പോൾ, രണ്ടുപേർ ഐക്യമത്യപ്പെടുമ്പോൾ ഒരാൾ ആത്മാവിലാണെങ്കിൽ അത് തീ പോലെ മേളിൽ കയറും, ഡൈനമൈറ്റ് പോലെ, മിസൈൽ പോലെ മേളിലോട്ട് പോകും. നടക്കും, ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പലരും പ്രാർത്ഥിക്കാൻ വിഷയമ്പോൾ അന്നേരമേ ഞാനങ്ങ് പ്രാർത്ഥിക്കും. കാരണം ആത്മാവ് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇനി അതിനുവേണ്ടി ഒരു പുതിയ ആത്മാവ്, എപ്പോഴും ആത്മാവ് നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മളെ കൊണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ കർത്താവും നമ്മളും കൂടെ മാറുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നത് പോലെ തന്നെ ഒരേപോലെ ആത്മാവിൽ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് അപ്പച്ചന് വേണ്ടി ബിട്രോത്ത് ചെയ്ത മക്കളായിട്ട് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ എന്നും എന്നും എപ്പോഴും അവൻ്റെ ശബ്ദം കേൾക്കും. എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ദൈവം പറയുന്നത്, കർത്താവിന് വേണ്ടി നീ നിൽക്കുമ്പോൾ, നീ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ ദൈവം ചെയ്ത് യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, കണ്ടീഷനാണ്. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമത്തിൻ്റെ പെന്തക്കോസ്ത് കഴിയുമ്പോൾ എടുത്തു വരുന്ന ഉപയോഗമാണ് പറയുന്നത്. കർത്താവ് പറയുന്നത്, നിൻ്റെ സന്തതി, എപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നിരുമ്പോൾ, നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും, കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേരെ പറയും. കണ്ടാ, മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. എല്ലാം ഒന്നില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ മക്കളെ ബലം കൊടുത്ത്, ഇത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ദാവീദ് ദൈവത്തിനൊരാലയം പണിയാൻ വേണ്ടി സകല സാമഗ്രികളും കൂട്ടിവെച്ചു. അപ്പോൾ ദാവീദ്, നാഥാൻ പ്രവാചകൻ പറഞ്ഞു, എനിക്കൊരാലയം പണിത് കൊടുക്കണം എന്നുള്ളതാണ്. ഞാനൊക്കെ കൊട്ടാരത്തിൽ താമസിക്കുന്നത്, ദൈവത്തിനൊരാലയം. നല്ല ആലോചന തന്നെ. പക്ഷെ നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞു, ശരി ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ രണ്ടാമത് ദൈവം വിട്ട് പറയിപ്പിച്ചു, നീ അല്ല ചെയ്യേണ്ടത്, നിൻ്റെ മകനാകുന്ന ശലോമോനാണ് ചെയ്യേണ്ടത്. ശലോമോൻ ദാവീദിൻ്റെ അത്രയും പോലും കൃപയും വരവൊന്നുമില്ല, കുറച്ച് വിസ്ഡം കൊടുത്തു. പക്ഷെ ദൈവം ദാവീദിന് കൊടുത്ത വാഗ്ദത്തം, നീ ഒരു ഭവനം പണിയും, എനിക്കൊരു ഭവനം, ദാവീദിനെ കൊണ്ട് പണിയിപ്പിക്കാതെ തൻ്റെ മകനെ കൊണ്ട് പണിയിപ്പിച്ചതുപോലെ മകൻ്റെ ഗുണം കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, പുരാതനമായ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടും അവൻ്റെ വാഗ്ദത്തം അബ്രഹാമിൽ നിൽക്കുന്നത് പൂർത്തിയാക്കേണ്ടതുകൊണ്ടും പരിശുദ്ധാത്മാവ് വന്നപ്പം ആത്മാവ് ജീവിച്ചു വന്ന് വാഗ്ദത്തം നിവർത്തിക്കാൻ ഇപ്പോഴത്തെ പോലെ, ഇന്നെന്ന പോലെ വാഗ്ദത്തം പുതുതായിട്ട് വന്ന് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ മതി. അതാണ് നമ്മൾ കർത്താവ് പറയുന്നത്, നിന്നെക്കൊണ്ട്, നിൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും, നീയല്ല, നീ കാണും. നിൻ്റെ സന്തതി പുരാതന ശൂന്യത്തെ പണി, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കും, കേട് തീർക്കുന്നവനും കുടിയിരിപ്പിന് തക്കവണ്ണം പാതകളെ യഥാസ്ഥാനം, വളഞ്ഞ പാതകൾ നേരെയാക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഇത് ചെയ്യും ദൈവം. വളഞ്ഞൊരു സ്ഥലത്തൂടെ ഇല്ല, ചെങ്കടൽ രണ്ടായിട്ട് മുറിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ വളഞ്ഞാൽ ആളുകൾ പോകും. ഇല്ല, നേരെയുള്ള വഴി, നേർവഴിക്കാരെന്ന വിശ്വാസികളെ പണ്ട് വിളിച്ചത്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നേർവഴി, 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 വളഞ്ഞ വഴിയല്ല. നീ എൻ്റെ നിശ്ചിത ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിൻ്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിൻ്റെ വേലയ്ക്ക് പോകുകയോ നിൻ്റെ കാര്യാദികൾ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ, ശബത്ത് ആചരിക്കുക അതൊക്കെ പണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇന്നും വാലിഡാണ്. ആത്മാവുള്ളവരോട് ഞാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. നീ യഹോവയെ പ്രമോദിക്കും. എന്താണ്? ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നു. നമ്മളെ ഉന്നതങ്ങളിൽ നടത്തുന്നത് നമ്മുടെ ദൈവമാണ്. അതിന് പരിശുദ്ധാത്മാവ് വരണം. എല്ലാ വാഗ്ദത്വവും എനിക്കുള്ളതാണ്.
ഒരൊറ്റ വാഗ്ദത്വം പോലും പ്രാപിച്ചെടുക്കാൻ പരിശുദ്ധാത്മാവില്ലെങ്കിൽ സാധിക്കത്തില്ല. എന്നാൽ പിന്നെ നമുക്കങ്ങ് ചോദിക്കാം, കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, നോ മാറ്റർ വാട്ട്. എന്താണ് ഈ ബലഹീനത? പാപബോധം വരണമെങ്കിലും പരിശുദ്ധാത്മാവ് വരണം, പാപം കഴിയിക്കണമെങ്കിലും പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ യേശുവിനെ ആകർഷിക്കത്തുമില്ല. അപ്പം നമുക്ക് ഒന്ന് ചെയ്യാം. കർത്താവ്, ഈ പരിശുദ്ധാത്മാവ് ഇന്ന് പെന്തക്കോസ്തിൽ എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നതിനാൽ ഈ കൃപായുഗത്തിൽ ഈ ആത്മാവിനെ ദേശത്ത്, കുടുംബങ്ങളിൽ, മക്കളിൽ, മരുമക്കളിൽ, ഭർത്താവിൽ, ആവശ്യങ്ങളിൽ പരിശുദ്ധാത്മ ക്രിയ ചെയ്യണം. എല്ലാത്തിനും ഉത്തരം തരുന്ന സഹായിക്കുന്നൊരു ദൈവം മുമ്പിൽ വന്ന് നിൽക്കുന്നു. പ്രാർത്ഥിക്കും. നല്ലവനായ ദൈവമേ, നനഞ്ഞ തോട്ടം എന്തുകൊണ്ട് വേണേലും നടാം. അഴുക്ക് ചെടിയാണോ നല്ല ചെടിയാണോ നടേണ്ടതെന്ന് ഞങ്ങളാ തീരുമാനിക്കേണ്ടി. കർത്താവേ, ജീവൻ്റെ വൃക്ഷം മാത്രം അതിനകത്ത് നട്ടാൽ മതി. ബാക്കിയുള്ള എല്ലാം പറിച്ച് ദൂരെ കളയപ്പിച്ച. ഈ ജീവവൃക്ഷത്തിൽ നിന്ന് ഫലം കായ്ക്കുന്ന അനുഭവിക്കുന്നതിന് പകരം ഞങ്ങളുടെ സ്വയബുദ്ധിക്ക് നന്മതിന്മ ആലോചിച്ച് കർത്താവിൻ്റെ ആലോചനയ്ക്ക് വിപരീതമായി പുറമേ കണ്ടാൽ നല്ലതെന്ന് തോന്നിക്കുന്നതെല്ലാം നല്ലതാണെന്നും പറഞ്ഞ് ചെയ്യുന്ന ഈ പ്രവണത ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണം. കുഞ്ഞുങ്ങളൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് ആലോചന ചോദിക്കാതെ സ്വയ കഴിവിൽ മുമ്പെടുത്ത് ചാടുമ്പോൾ, ദൈവമേ, നീ വിലക്കായിട്ട് നിൻ്റെ ആത്മാവിനെ കൊണ്ട് വിലക്ക് ചങ്ങലയിട്ട് സൂക്ഷിച്ച് നേർവഴിക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, നിന്നെ അറിയാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ അവരെ നിൻ്റെ ചിറകിൻ്റെ ഉള്ളിലാക്കിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് മരുഭൂയാത്ര കഴിഞ്ഞ് കർത്താവെ നനവുള്ള തോട്ടത്തിലേക്ക്, ജീവൻ്റെ ഉറവയാകുന്ന ക്രിസ്തുവിലേക്ക് കടന്നു വന്ന് ജീവവൃക്ഷത്തിൻ്റെ ഫലം കായ്ക്കുന്നതും അതനുഭവിക്കുവാനുള്ള ഭാഗ്യം, ഭാഗ്യവാൻ എന്ന പദവിയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഭർത്താക്കന്മാരെ, മക്കളെ ഞങ്ങളെ ആർക്കണം. ഇതൊക്കെ ദൈവം ചെയ്തു തന്നിരിക്കുന്നതല്ലേ അപ്പച്ച. ആത്മാവില്ലാതെ ഇത് മനസ്സിലാകത്തില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാം മുമ്പിലുണ്ട് താൻ. ഹാഗാർ വെള്ളം ഒഴുകുന്നത് ആ ദൈവം സംസാരിച്ചപ്പോൾ ഉടനടി കണ്ടു. വെള്ളം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ കണ്ണ് തുറന്നു. ഞങ്ങളുടെ അനുഗ്രഹം അടുത്തുണ്ട്, കാണണമെങ്കിൽ കണ്ണ് തുറക്കണം. പരിശുദ്ധാത്മാവെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളുടെ ആവശ്യങ്ങൾക്ക് തക്കതായ ഉത്തരങ്ങൾ തന്ന് ഞങ്ങളെ നേർവഴിക്ക് നടത്തി കർത്താവെ, ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു വിജയ ജീവിതം, ഒരു ജയജീവിതം, ഒരു അനുഗ്രഹ ജീവിതം, സമാധാനത്തിൻ്റെ ജീവിതം, സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ജീവിതം, നന്മയുടെയും കൃപയുടെയും ജീവിതമാക്കി ഞങ്ങളെ ആക്കി തീർക്കാൻ നിനക്ക് കഴിയും. ഞങ്ങളെ കൈക്ക് പിടിക്കണമേ, മുറുക്ക പിടിക്കണമേ, ഞങ്ങളെ ചിറകിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കണമേ. വഴി പോയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചു കടന്നു വരട്ടെ. നിൻ്റെ നെഞ്ചിലെ സ്നേഹം ഒഴുകുന്നത് കാണട്ടെ. ഒരു തുള്ളി രക്തത്തിന് അത് സാധിക്കും. രക്തം ഒഴിച്ച് ശുദ്ധീകരിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.